ദില്ലിക്ക് പിന്നാലെ ഗുജറാത്തിലെ രാജ്കോട്ട് വിമാനത്താവളത്തിലെ ടെർമിനലിന്റെ മേൽക്കൂരയും തകർന്നു. ശക്തമായ മഴയിലാണ് മേൽക്കൂര തകർന്നത്. സ്വാതി ചേരുന്നു ദില്ലിയിൽ നിന്ന്. സ്വാതി, ഓരോ വിമാനത്താവളങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഓരോ ദിവസങ്ങളായി തകർന്നു വീഴുകയാണ്. ജബൽപൂർ, പിന്നെ ദില്ലി, ഇപ്പോൾ ജയ്പൂർ. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഷമ്മി, ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്തയനുസരിച്ച് ഗുജറാത്തിലെ രാജ്കോട്ട് എയർപോർട്ട് തകർന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. എയർപോർട്ടിന്റെ ടെർമിനൽ ഭാഗമാണ് ഇപ്പോൾ കനത്ത മഴയെ തുടർന്ന് മേൽക്കൂര തകർന്നു വീണിട്ടുള്ളത്. എന്നാൽ ആളപായമൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളായി മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന മഴ പെയ്യുന്നുണ്ടായിരുന്നു. ചുഴലിക്കാറ്റിന് സമാനമായ അന്തരീക്ഷം കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് 2023 നരേന്ദ്രമോദി ഈ വിമാനത്താവളം പുതുതായി അറ്റകുറ്റപ്പണികളൊക്കെ തന്നെയും പൂർത്തീകരിച്ചത്. 1400-ലധികം കോടി ചിലവാക്കിക്കൊണ്ട് ഈ ടെർമിനൽ, ഇപ്പോൾ മേൽക്കൂര തകർന്നു വീണ ടെർമിനൽ പുതുക്കി പണിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇവിടെ മേൽക്കൂര തകർന്നൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് മോദി അധികാരത്തിൽ വന്നതിന് പിന്നാലെ നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങളുടെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ്. ഈ വിഷയത്തിൽ ഇതുവരെയും BJP-യോ കേന്ദ്ര സർക്കാരോ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതും നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. വലിയ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം കനത്ത മഴയെ തുടർന്നാണ് ദില്ലി രാജ്യാന്തര എയർപോർട്ടിലെ ടെർമിനൽ 1 മേൽക്കൂര തകർന്നു വീണത്. അതിനെതിരെയും കടുത്ത വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. മാത്രമല്ല ജബൽപൂർ ബീഹാറിലെ പാലങ്ങൾ, അതോടൊപ്പം തന്നെ അടൽ സേതു ബ്രിഡ്ജ് അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ വിള്ളലടക്കം രേഖപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും രാജ്കോട്ടിലും ഇത്തരത്തിൽ വിമാനത്താവളത്തിലെ ടെർമിനലിന്റെ മേൽക്കൂര തകർന്നതായി ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷമ്മി.